ഹരി ഓം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ശ്രീമദ് നാരായണീയം. 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതം അതിനെ 1034 ശ്ലോകങ്ങളാക്കി ചുരുക്കിയതാണ് ശ്രീമദ് നാരായണീയം. കലികാലത്ത് ആർക്കും ഭജിക്കാൻ പറ്റുന്ന ഒരു ഉപാസന വിധിയാണ് നാരായണീയം. ഭാഗവതം 18,000 ശ്ലോകങ്ങൾ ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാനോ വായിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് നാരായണീയം സ്ഥിരമായി ഉപാസന ചെയ്യുന്നൊരു ഗ്രന്ഥമാണ്. അല്ലെങ്കിൽ അതിനൊരു കാവ്യ സ്തോത്രങ്ങൾ എന്ന് പറയാം, ഗ്രന്ഥം എന്ന് പറയാം. അപ്പോൾ മേൽപ്പുത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം പൂർണ്ണമായി അതിന് ശമനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നാരായണീയം രചിച്ചത്. അതിൻ്റെ പൂർവ്വകഥകളൊക്കെ വേറെയുണ്ട്. പക്ഷെ നാരായണീയത്തിൻ്റെ പ്രസക്തി പറയുമ്പോൾ നമുക്ക് പൂർവ്വകഥകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കഥകൾ തന്നെയാണ് നമുക്ക് ഈ കലികാലത്ത് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും മാനസികമായ അവസ്ഥ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നാരായണീയ പാരായണം, നാരായണീയ ഉപാസന. ഈ നാരായണീയ ഉപാസനത്തിന് 2 തരത്തിലുണ്ട്. നാരായണീയം പാരായണം ചെയ്യാം, പക്ഷെ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായ അതിലേക്കുള്ള ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ നാരായണീയം ഞങ്ങൾ എന്ത് പറയും, പ്രത്യേകിച്ച് ചില ദശകങ്ങൾ പറഞ്ഞു കൊടുക്കും, അത് എഴുതുക, അതാണ് നാരായണീയ ഉപാസന. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റേതായ മന്ത്രശക്തി പ്രവഹിക്കും. നാരായണം വായിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോൺ വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധ പോവച്ചാൽ നമുക്ക് ആ വായിൽ നിന്ന് ശ്രദ്ധ പോകും. എന്ന് വെച്ചാൽ എഴുതുന്ന സമയത്ത് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 2 ക്രമങ്ങളിൽ കൂടെ നമ്മൾ നാരായണീയത്തെ ഉപാസിക്കാം, പാരായണവും എഴുതിയിട്ടും. അപ്പോൾ എഴുതുന്ന സമയത്ത് പ്രത്യേക ചില ദശകങ്ങൾ, ഓരോ ദശകങ്ങൾക്കും പ്രത്യേകത ഉണ്ട്. 1, 2, 3 ഭഗവത് രൂപദർശനങ്ങളാണ്. പിന്നെ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 38ാമത്തെ കൃഷ്ണാവതാരമാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്ക്, കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ഇത് നിരന്തരമായി അവരുടെ പേരും നാളും അതിലെഴുതി ഉപാസിച്ചാൽ ധാരാളം. ഞാനിപ്പോൾ ഇവിടെ വന്നിപ്പോൾ 32 വർഷമായി ഇപ്പോൾ കേരളത്തിൽ. 32 വർഷത്തിൻ്റെ അനുഭവം കൊണ്ട് അനവധി ആൾക്കാർക്ക്, 10 വർഷവും 12 വർഷവും കുട്ടികളില്ലാത്ത ആൾക്കാർക്കൊക്കെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഈ 38ാമത്തെ ദശകം. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഓരോ ദശകങ്ങളുണ്ട്. 69 ഹാർട്ടിനെ സംബന്ധിച്ചാണ്, വായു സംബന്ധമാണ് 42 തൃണാവത്തവസാനം. അങ്ങനെ ഇതൊരു രോഗശാന്തിക്ക് വേണ്ടി ഭട്ടതിരിപ്പാട് രചിച്ചത് തന്നെയാണ്. അതുകൊണ്ടാണ് രോഗശാന്തി നമുക്ക് വെറും വാതരോഗമെന്നല്ല, മറ്റേത് രോഗങ്ങൾക്കും ശാന്തി കിട്ടുന്ന ഒരു കാവ്യശാസ്ത്രം തന്നെയാണ് നാരായണീയം. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഭട്ടതിരിപ്പാട് സ്വന്തം ഗുരുവിൽ നിന്ന് ഏറ്റെടുത്താണ് ഈ രോഗം. അല്ല, അദ്ദേഹത്തിന് ഭട്ടതിരിപ്പാടിന് വാതരോഗം വന്നിട്ടില്ല. നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ രോഗം കൊണ്ടാണ് വരുന്നത് ഓരോരുത്തരും. ഇപ്പം ഞാൻ ഇന്നവിടെ അവിടെ പറഞ്ഞു, ആർക്കും നിലത്തിരുന്ന് പാരായണം ചെയ്യാൻ വയ്യ. നമ്മളൊക്കെ 7 മണിക്കൂർ 8 മണിക്കൂർ നിലത്തിരുന്നതിനെ വയ്യും. അതെന്താണെന്ന് വെച്ചാൽ നിരന്തരമായ ഉപാസനയാണ്, വിടാത്ത ഉപാസന, ഒരു തരത്തിലും തെറ്റിക്കാത്ത ഉപാസന. അതുകൊണ്ടാണ് നമുക്കത് അതിനുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്ന് കിട്ടുന്നത്. ഈ അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ തന്നെ ആ പരമാത്മാവിനെ പ്രകാശിപ്പിക്കുകയാണ്. ആ ജ്ഞാനസ്വരൂപിനെ പ്രകാശിപ്പിക്കുന്നിടത്തോളം നമുക്ക് നമ്മുടെ ആ ഉള്ളിലുള്ള പ്രകാശത്തെ പ്രകാശിക്കുന്ന സമയത്ത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും എല്ലാം മാറി നമുക്ക് കിട്ടും. അപ്പോൾ ഈ എന്തുകൊണ്ടും കലികാലത്തെ ഏറ്റവും ഉപാസനക്രമം നാരായണീയം തന്നെയാണെന്ന് യാതൊരു സംശയമില്ല. ആയിരക്കണക്കിന്, ഇപ്പോൾ ഞങ്ങൾ 1000-ൽ പരം മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ 34-36 യൂണിറ്റ് ഉണ്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ സഹധർമ്മിണി ശോഭ സതീഷ്, അവർ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. 10,000-ൽ പരം കുട്ടികളുണ്ട്, ഇന്ത്യക്ക് പുറത്തും. അപ്പോൾ അത്രയ്ക്കും നമ്മൾ പ്രചാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാരായണീയം. അപ്പോൾ ഈ നാരായണീയത്തിൻ്റെ പ്രചാരണം എത്രത്തോളം നമുക്ക് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുമോ, ഈ ലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടത്തിൽ മുഴുവനും ഇതിനെ പ്രചരിപ്പിക്കണം എന്നുള്ള ഒറ്റ താല്പര്യത്തിലാണ് ഞങ്ങൾ നാരായണീയ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി എന്ന് പറഞ്ഞൊരു സമിതിയുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കൊല്ലംകോട് വെച്ചിട്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും എത്രത്തോളം സ്ത്രീകൾക്ക് ഇതിൽ, പ്രത്യേകിച്ച് കൂടുതൽ സ്ത്രീകളാണ് ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. പുരുഷന്മാർ വളരെ കമ്മിയുള്ളൂ. പുരുഷ പ്രജകൾക്ക് എന്തോ അറിയില്ല, താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്താണ് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും കുറേശ്ശെ ആൾക്കാർ, അതൊക്കെ ഒരു 60 വയസ്സ് മേലെയാണ് പോകുമ്പോഴാണ് ഇതിലേക്ക് ശ്രദ്ധ വരുന്നത്. ഞങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ടീനേജേഴ്സിനെയാണ്. കുട്ടികളെ എവിടെയും കിട്ടാനില്ല. ഭഗവത്ഗീത പഠിപ്പിക്കാനോ നാരായണീയം പഠിപ്പിക്കാനോ ദേവി മഹാത്മ്യം പഠിപ്പിക്കാനോ
ടീനേജേഴ്സിന് ആരും കിട്ടും. അവർ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്, ഇത് മാത്രമേ അവർ പറയുള്ളൂ. ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ക്ലാസ്സിന് വരില്ല വെച്ചാൽ ഞങ്ങളുടെ ഉള്ളിലെ ആത്മാവ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവത്തിനെ, അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ടൊന്നും നമ്മൾ പോയിട്ട് വേറെ ചെയ്യേണ്ട. അപ്പോൾ അവർക്ക് ആ ബേസിക് നോളേജ് ഇല്ലാത്തത് കൊണ്ടാണത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സത്സംഗം പ്രോപ്പറായിട്ട് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടു നടക്കുന്നില്ല. അപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു തീർത്ഥം കുടിക്കുക, ഒരു ചന്ദ്രൻ തൊട്ട് വലിക്കവിഞ്ഞ് യാതൊന്നുമില്ല. അവിടെ സത്സംഗമോ ഒരു പ്രഭാഷണങ്ങളോ യാതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ യജ്ഞങ്ങളൊക്കെ 9 ദിവസം നടക്കുക, ധാരാളം ആൾക്കാരെ ഇതിൽ ആകർഷിപ്പിക്കുക, ഗായത്രി ദേവിയുടെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുക, നാരായണീയത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളതൊന്നും നമുക്ക് നടക്കില്ല ഈ കുറച്ച് സമയങ്ങളിൽ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇനിയെങ്കിലും നാരായണീയം കയ്യിലെടുക്കാത്തവരെ എടുത്ത് ഏതെങ്കിലും ആ സ്ഥലങ്ങളിലുള്ള ഗുരുക്കന്മാരെ സമീപിക്കുക. നേരിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവണേക്കാളും ഇതിൻ്റെ ആന്തരികമായിട്ടുള്ള കുറേ ആ തത്വങ്ങൾ ഉൾക്കൊണ്ട് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും നാരായണി ഉപാസിക്കൂ, പഠിക്കൂ, ഹൃദ്യസ്ഥമാക്കൂ. ഹരിയോം ഹരിയോം ഹരിയോം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.